നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം സയന്റിഫിക് ആണോ? ഞാൻ ഈ അടുത്തിടെ വൈശാഖൻ തമ്പി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു. അദ്ദേഹം വളരെ ശാസ്ത്രീയമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയമല്ല എന്നാണ്. ഞാൻ പറയുന്നു ലോ ഓഫ് അട്രാക്ഷൻ വളരെ ശാസ്ത്രീയമാണെന്ന്. നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ഈ ഒരു വീഡിയോയിലൂടെ അതിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സും ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അദ്ദേഹം ഈ ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയമല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൺഫർമേഷൻ ബയാസ് അല്ലെങ്കിൽ സ്ഥിരീകരണ പക്ഷപാതം എന്ന് പറയുന്നൊരു ടേം ഉപയോഗിച്ചിട്ടാണ്. എന്താണ് ഈ കൺഫർമേഷൻ ബയാസ്? അതായത് ഇപ്പോൾ എനിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വിശ്വാസമുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ വിശ്വാസത്തിനെ ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള, അത് സത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള എന്ത് കാര്യം കണ്ടാലും ഞാനത് വിശ്വസിക്കും. ഞാനത് പറയും, ഇത് ശരിയാണ്, കണ്ടില്ലേ, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. അതേസമയം എൻ്റെ വിശ്വാസത്തിന് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും സത്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇഗ്നോർ ചെയ്യും. ഇതാണ് കൺഫർമേഷൻ ബയസ്. ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഞാൻ ഒരു വലതുപക്ഷ അനുഭാവിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പൊളിറ്റിക്കലി എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും വലതുപക്ഷം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ അതിനെ വളരെയധികം പ്രകീർത്തിക്കും. പക്ഷേ അവർ ചെയ്യാത്ത അല്ലെങ്കിൽ അവർ തീരെ അവഗണിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനെ ഞാൻ ഫുള്ളി ഇഗ്നോർ ചെയ്യും. വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു കൺഫർമേഷൻ ബയാസാണത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ രാഷ്ട്രീയ അനുഭവം എന്താണെന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഇനി ഇത് ലോ ഓഫ് അട്രാക്ഷനിൽ വരുമ്പോൾ ഇത് തന്നെയാണ് സംഭവം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലൊരു കൺഫർമേഷൻ ബയാസാണ്, അല്ലാതെ വേറെ ഒന്നല്ല എന്നുള്ളതാണ് ആളുടെ ഒരു നിലപാട്. ഇനി നമ്മുടെ ഈ ഒരു ബ്രെയിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടിയും എളുപ്പത്തിൽ എനിക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും. അതായത് നമ്മുടെ ബ്രെയിനിൽ റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, റാസ്. അതായത് നമ്മുടെ ബ്രെയിനിൽ ഓരോ നിമിഷത്തിലും മില്യൺസ് ഓഫ്, അതായത് ലക്ഷക്കണക്കിന് ഇൻഫർമേഷൻസ് ആണ് വരുന്നത്. ഇതിൽ ആകെ കൂടി നമ്മുടെ ബോധ മനസ്സ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് പ്രോസസ്സ് ചെയ്യുന്നത് 60 ബിറ്റ്സ് അല്ലെങ്കിൽ 40 to 60 ബിറ്റ്സ് ഇൻഫർമേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് വരുന്നതിൽ വളരെ ഫിൽട്ടർ ചെയ്ത് വളരെ കുറച്ച് ഇൻഫർമേഷനാണ് ഇത് പ്രോസസ് ചെയ്യുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇപ്പോൾ ഒരു പിക്ചർ, ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാണ്. അതായത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ 5 സുഹൃത്തുക്കൾക്ക് ഞാനത് കാണിച്ചു കൊടുത്തു. ഈ 5 സുഹൃത്തുക്കൾ ഈ ഫോട്ടോ കാണുമ്പോൾ ഇവർ ഇതിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഫോട്ടോയിൽ 50 പേരുണ്ടെങ്കിൽ അതിൽ അവർ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ 5 പേരുടെയും 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള, അവർക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാരുടെ ആ രൂപത്തെയാണ് ഈ ഒരു കോൺഷ്യസ് മൈൻഡിൽ കൂടെ ഈ ഒരു റെട്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം ഉപയോഗിച്ച് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ലോ ഓഫ് അട്രാക്ഷനിൽ എങ്ങനെയാണ് ഇത് പ്രസക്തമാവുന്നത്? അത് ഞാൻ ഇനി പറയാൻ പോകുന്ന ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളിൽ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വരെ വർക്ക് ചെയ്യുന്നത് ഒരു ചെറിയൊരു തോതിൽ ഈ കൺഫർമേഷൻ ബയാസ് ഉപയോഗിച്ചിട്ടാണ്. ഈ കൺഫർമേഷൻ ബയാസ് വെച്ചിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയമായിക്കൂടാ? ഓക്കെ, ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു ടേം സെലക്ഷൻ ബയാസ് ആണ്. അതായത് തിരഞ്ഞെടുപ്പ് പക്ഷപാതം. അതായത് കുറേ അധികം ഇൻഫർമേഷൻ ഡാറ്റ ഉണ്ടെങ്കിൽ അതിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ മാത്രം ഉപയോഗിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാണ് ഞാൻ ഇതിങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു ഡയറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ആ ഡയറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ എങ്ങനെ മെലിയാം, ഒരാളെ വളരെ ഹെൽത്തി ആയി വണ്ണം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഒരു ഡയറ്റ് പ്രോഗ്രാമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് ഞാൻ കുറേ ആൾക്കാരെ അതിലേക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, ഒരു നാട്ടിലെ ഒരു പ്രദേശത്താണ് ഞാൻ നടത്തുന്നത്. ആ പ്രദേശത്ത് ഒരു 50,000 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ വളരെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 50,000 ആൾക്കാരുണ്ട്. അതിൽ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആ കൂടി 50 പേരാണ്. ഈ 50 പേര് പങ്കെടുത്തതിൽ 40 പേരുടെയും വണ്ണം കുറഞ്ഞു. അതായത് 80% ഞാൻ സക്സസ് ആയി. എൻ്റെ ഈ ഡയറ്റ് പ്രോഗ്രാം ഉപയോഗിച്ച് 80% ആൾക്കാരുടെ വണ്ണം കുറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ്, ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് 80% ആൾക്കാരുടെ വണ്ണം കുറഞ്ഞു, അതുകൊണ്ട് ഇത് വളരെ ഇഫക്റ്റീവ് ആണ്. പക്ഷെ സത്യത്തിൽ ആ പ്രദേശത്ത് 50,000 ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു റെപ്രസെൻറ്റേഷൻ അല്ല ഈ 50 എന്ന് പറയുന്ന ഒരു നമ്പർ. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്, എങ്ങനെ പോയാലും വണ്ണം കുറയ്ക്കണം. അത് കാരണം കൊണ്ട് അവർ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യുന്ന കാരണം കൊണ്ട് അവർ വണ്ണം കുറയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷേ അതൊരു നല്ലൊരു റെപ്രസെന്റേഷൻ അല്ല. അപ്പൊ അതാണ് ഈ സെലക്ഷൻ ബയാസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇനി ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് ഇതിന്റെ പ്രസക്തി? ഈ സെലക്ഷൻ ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 5 സെൻസസും
ഏകദേശം ഈ ഒരു സെലക്ഷൻ ബയാസിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതായത് നമ്മുടെ ഈ 5 സെൻസസ് ഉപയോഗിച്ച് നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇതാകെ കൂടി എന്ന് പറയുന്നത് 0.0001% ആണ്. അല്ലെങ്കിൽ 99.999% നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അതൊരു എംപ്റ്റി സ്പേസ് ആണെന്ന് ഈ ശാസ്ത്രം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഈ 5 സെൻസസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം സത്യമാണ്, അല്ലെങ്കിൽ ഇത് ശാസ്ത്രീയമായിട്ട് ഇത് തെളിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ത് ലോജിക്കാണുള്ളത്? വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ശാസ്ത്രത്തിൽ തന്നെ കുറേയധികം പരീക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മോമെൻറ്റിലും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെയുള്ള ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വീണ്ടും ഒരു നമ്പർ ഞാൻ പറയാണ്. ഇപ്പോൾ 1 കോടി ഇൻവെൻഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇനി ഒരു 100 വർഷം കഴിയുമ്പോൾ ഈ 1 കോടി ഇൻവെൻഷൻസ് അല്ല ശാസ്ത്രത്തിലുള്ളത്, അതിൽ കൂടുതൽ ഇൻവെൻഷൻസ് ഉണ്ടാവും. അതിലൊരു പക്ഷേ പറയാൻ പോകുന്നത് ചിലപ്പോൾ ഇതിനെ വളരെയധികം ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തമായിരിക്കും പറയാം. അപ്പോൾ ഒരിക്കലും ശാസ്ത്രത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യത്തിനെ ശാസ്ത്രീയമാണോ അല്ലയോ എന്ന് വിലയിരുത്താൻ സാധിക്കില്ല. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ശാസ്ത്രത്തിൽ തന്നെ ഒരു ആൾക്ക് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് അറിയാവുന്ന അറിവ് എന്ന് പറയുന്നത് എത്രത്തോളമാണ്? അതിനൊരു പരിമിതി ഉണ്ടാവില്ലേ? ഇതൊക്കെ പോട്ടെ, ഈ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് കുറേയധികം ക്ലാസിഫൈഡ് ആയിട്ടുള്ള, അതായത് മറ്റാർക്കും പൊതുജനത്തിന് ആക്സസ് ഇല്ലാത്ത തരത്തിലുള്ള പല ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും ഉണ്ട്. ഈ നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന വലിയ ശാസ്ത്രജ്ഞൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള പല കാര്യങ്ങളും ക്ലാസിഫൈഡ് ആയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ മനസ്സിലാക്കുന്ന ശാസ്ത്രമല്ല യഥാർത്ഥ ശാസ്ത്രം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ശാസ്ത്രത്തിന് വളരെ കുറച്ച് ഇൻഫർമേഷൻസേ ഉള്ളൂ എന്നുള്ളതാണ്. വളരെയധികം ഇൻഫർമേഷൻസ് ക്ലാസിഫൈഡായി, അതായത് വേറെ ആർക്കും ആക്സസ് ഇല്ലാത്ത രീതിയിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നതെങ്കിൽ ഈ ശാസ്ത്രീയമായിട്ട് സംസാരിക്കുന്നവരും ഒരു സെലക്ഷൻ ബയാസ് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയമല്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വളരെ വ്യക്തമായിട്ടുള്ള പോയിന്റ്, ഇത് ശാസ്ത്രീയമാണോ എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇനി അദ്ദേഹം പറയുന്ന വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ലൈക്ക് എനർജി അട്രാക്ട്സ് ലൈക്ക് എനർജി. ഒരാൾ വളരെയധികം പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളാണെങ്കിൽ അയാൾക്ക് എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അയാളിലേക്ക് വരുന്നു എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരാൾ പോസിറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ അയാൾക്ക് ചുറ്റുമുള്ള ലോകം പോസിറ്റീവ് ആവാനായിട്ട് ഒരു സാധ്യതയില്ല, അല്ലെങ്കിൽ അയാളോട് ചുറ്റും അയാൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ പോസിറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആൾക്കാരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ ഇൻഫ്ലുവൻസ് ആവുന്ന ആളുകൾക്ക് ഒരു ചെയിൻ പോലെ മറ്റു കുറച്ച് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വലിയൊരു സമൂഹത്തിന് വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു കമ്മ്യൂണിറ്റിയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. നമ്മൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുള്ള ആളുകളിലേക്കും അത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇൻറ്റൻഷനാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ്. നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വളരെയധികം നല്ല പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ടാണെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവാണ്. ഇനി ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, പക്ഷേ നിങ്ങൾ ശാസ്ത്രീയമായിട്ട് ഈ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടാനില്ല. പക്ഷേ നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാണ്, നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യം അത് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും വരും. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഗ്രാബ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളൊരു ടെക്നിക്ക് പറഞ്ഞു തരാണ്. നിങ്ങളത് നിരസിക്കുമോ? ശാസ്ത്രീയമായിട്ട് ഇത് തെളിയിച്ചിട്ടില്ല, അത് കാരണം കൊണ്ട് ഞാനിത് ട്രൈ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങളതിനെ മാറ്റി നിർത്തുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട്. ഇനി നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വളരെയധികം ഇഫക്റ്റീവ് ആക്കാവുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ബ്രെയിൻ വേവ് സ്റ്റേറ്റ്, അതായത് നമ്മുടെ തലച്ചോറിൽ പോകുന്ന തരംഗങ്ങൾ അത് വളരെ ശാന്തമാവുന്ന, അല്ലെങ്കിൽ ആൽഫ അല്ലെങ്കിൽ തീറ്റ അല്ലെങ്കിൽ ഡെൽറ്റ അത്രത്തോളം വളരെയധികം ശാന്തമാവുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് പല കാര്യങ്ങളും കടത്തിവിടാൻ എളുപ്പമുള്ളത്. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫീലിങ്സ് ആണ് അല്ലെങ്കിൽ ഇമോഷൻസ് ആണ്. അപ്പോൾ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ഏതൊക്കെയാണ് ഈ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്ലീപ്പ് അല്ലെങ്കിൽ ഉറക്കം ഉപയോഗിച്ചുള്ളൊരു മെത്തേഡാണ്. ഈ ഉറക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത് കുറേയും കൂടിയും വളരെയധികം സ്ലോ ആകുന്നൊരു സമയമാണ് ഈ ഉറങ്ങാൻ പോകുന്ന സമയം. അപ്പോൾ ആ സമയത്ത്
നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അഫേം ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഒരു സ്ലീപ്പിംഗ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലോ ഓഫ് അസംഷൻ അല്ലെങ്കിൽ അനുമാനത്തിന്റെ ഒരു നിയമമാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇത് കോയിൻ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് നെവിൽ ഗോഡാർഡ് ആണ്. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യം അത് നമ്മൾ അതിന്റെ എൻഡ് സ്റ്റേറ്റിൽ, അതായത് അത് ഓൾറെഡി ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു മെന്റൽ മൂവി ഞാൻ ക്രിയേറ്റ് ചെയ്ത് അത് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അതെൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഇംപ്രസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന സ്ലീപ്പ് മെത്തേഡ്. പക്ഷേ ഈ സ്ലീപ്പ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികൾ കിടക്കയിൽ കിടന്ന് അപ്പം തന്നെ ഉറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് കിടക്കുമ്പോൾ തന്നെ മനസ്സിൽ പറയുക, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ എൻ്റെ ഉപബോധ മനസ്സിലേക്ക് ഇംപ്രസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉറങ്ങുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷൻ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ കൂടെ കടത്തിവിടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ശരീരം അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മനസ്സിൽ പറയുക, ഐ ആം ഇംപ്രസിങ് ഓൾ മൈ ഡിസയേഴ്സ് ഇൻ ടു മൈ സബ് കോൺഷ്യസ് മൈൻഡ് ബിഫോർ ഐ ഗെറ്റ് ഇൻ ടു സ്ലീപ്പ്. എന്നിട്ട് അതിന് ശേഷം വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അഫർമേഷൻ ഉപയോഗിച്ചിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ അഫർമേഷൻ? അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരീകരണങ്ങളാണ്. ഐ ആം, ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ആ അഫർമേഷൻ്റെ കൂടെ തന്നെ വളരെയധികം ഗ്രേറ്റ്ഫുള്ളും ആവാം. അതായത് വളരെയധികം നന്ദി പറയുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുക. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യം അത് ഞാൻ നേടി, അതിന് ഞാൻ നന്ദി പറയുക. അങ്ങനത്തെ ഒരു മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ പോവുക. അപ്പോൾ അതാണ് അഫർമേഷൻ. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നമ്മൾ ഓൾറെഡി നേടി ആ ഒരു എൻഡ് സ്റ്റേറ്റിൽ നിന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അതിനെ കൂടുതൽ വളരെ വിവിഡായി, അതായത് നമ്മുടെ 5 സെൻസസും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വളരെയധികം വിവിഡായി അതിനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിച്ചു കഴിയുമ്പോൾ അതിനനുസരിച്ച് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഇംപ്രസ്ഡ് ആവും. അപ്പോൾ അവിടെ നമ്മുടെ ഫീലിങ്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മുടെ ഇമോഷൻസിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞു ഈ റാസ് അല്ലെങ്കിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു കാര്യത്തിനെ കുറിച്ച്, പിന്നെ അത് ലോ ഓഫ് അട്രാക്ഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഇംപ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ അവിടെ ഈ റാസ് അല്ലെങ്കിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വളരെയധികം ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇൻസിഡൻസിനെ എനിക്ക് പെട്ടെന്ന് അത് ഓപ്പർച്യൂണിറ്റീസിനെ എനിക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ മുമ്പിൽ വളരെയധികം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് വേറെ തരത്തിൽ പറഞ്ഞാൽ കൺഫർമേഷൻ ബയാസ് തന്നെയാണ്, അതിൽ സംശയമില്ല. അതായത് എൻ്റെ കോൺഷ്യസ് മൈൻഡിലേക്ക് കുറേ അധികം ഇൻഫർമേഷൻസ് വരുന്നതിൽ ആ കൂടി വളരെ കുറച്ച് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ ആ കുറച്ച് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഉപകരിക്കുന്ന, എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? എൻ്റെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ഒരു കാര്യം നേടാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ ബയാസ് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് തരും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ലീപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ സ്ലീപ്പ് മെത്തേഡിൽ തന്നെ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് എന്ന് പറയുന്നത് അഫർമേഷൻ ഉപയോഗിച്ചിട്ട്, 2 വിഷ്വലൈസേഷൻ ഉപയോഗിച്ചിട്ട്, 3 ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ അധികം ഒന്നും ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി പറയുന്ന പവർഫുൾ ആയിട്ടുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള 2ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെൽഫ് ഹിപ്നോസിസ് മെത്തേഡാണ്. ഈ സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കത്തിന് മുമ്പുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ സെൽഫ് ഹിപ്നോസിസ് ചെയ്യുന്നതിന് നമ്മെ സഹായിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നാം ഉണർന്നിരിക്കുന്നതാണ് നമ്മുടെ ബ്രീത്ത് കൺട്രോളൊക്കെ ഉപയോഗിച്ച്, അതായത് ആ ഉള്ളിലേക്ക് ശ്വാസം വിടുന്നതും പുറത്തേക്ക് ശ്വാസം പോകുന്നതും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ഒരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ വളരെയധികം കാമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, വളരെയധികം ശാന്താക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് വിഷ്വലൈസേഷനോ അല്ലെങ്കിൽ അഫർമേഷനോ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുകയാണെങ്കിൽ ആ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ ഇവിടെയും പ്രസൻറ്റ് സ്റ്റേറ്റിൽ, അത് ഞാൻ ഓൾറെഡി അത് ഞാൻ നേടി എന്ന രീതിയിലാകണം നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഫേം ചെയ്യേണ്ടത്. വിഷ്വലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിവിഡായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഓൾറെഡി ഞാൻ നേടി എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഒരു 1.5 കോടി രൂപ കിട്ടണം എന്നുള്ളതാണെങ്കിൽ 1.5 കോടി ആ രൂപ എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു. അത് കാണുമ്പോൾ അത് ഞാൻ എൻ്റെ ഓൺലൈൻ ബാങ്കിങ്ങിൽ എൻ്റെ ഫോണിൽ ഞാനത് എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ 1.5 കോടി ആ രൂപ അതിൽ കാണിക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു സന്തോഷം. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇനി വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതെൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ഇമേജ് ഇംപ്രസ് ചെയ്യും. അപ്പോൾ അതെൻ്റെ ലൈഫിൽ എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്കത് കാണാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും.
അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അഫർമേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ സെൽഫ് ഹിപ്നോസിസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കൂടുതൽ പണം നമ്മളിലേക്ക് ആകർഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 7.25 മണിക്കൂറതായിരിക്കും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന അഫർമേഷൻസ് സ്ഥിരമായി കേൾക്കുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നല്ലൊരു പ്രോഗ്രാമായി കടക്കുകയും അതിൻ്റെ ഭാഗമായി പണം നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെയും അഫർമേഷൻ, വിഷ്വലൈസേഷൻ, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം നന്ദിയുള്ള സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോധം, നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും അത്. അപ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തുമ്പോഴാണ് ഈ തരത്തിലുള്ള നമ്മുടെ അഫർമേഷൻസ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ വളരെയധികം സന്തോഷിച്ചിരിക്കുന്ന മൊമെൻറ്റിൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള പല രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പല കാര്യങ്ങളിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഇപ്പോൾ ഈ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വേറൊരു സംഭവം എന്ന് പറയുന്നത് പ്ലസീബോ ഇഫക്റ്റാണ്. അതായത് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഇപ്പോൾ ചില അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടേഴ്സ് അതിനുള്ള ശരിക്കുള്ള പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് പകരം ചില ഷുഗർ പിൽസോ ശരിക്കുള്ള മരുന്നിൻ്റെ കളറിൽ ബ്ലൂ കളറ് അല്ലെങ്കിൽ പല കളറിൽ പിൽസ് രോഗിക്ക് അവർ കൊടുക്കും. പക്ഷേ ഈ രോഗി ഈ കഴിക്കുന്ന ആൾക്ക് ഇത് അറിയില്ല ഇതിൻ്റെ ശരിക്കുള്ള മരുന്നല്ല എന്നുള്ളത്. അപ്പോൾ അവരത് കഴിക്കുമ്പോൾ അവരുടെ ബ്രെയിനിലേക്ക്, അവരുടെ മൈൻഡിലേക്ക് അവർ കടത്തിവിടുന്ന ഇതെന്ന് പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ശരിക്കുള്ള മരുന്ന് കഴിക്കാതെ പോലും അവരുടെ അസുഖം മാറുകയാണ്. ഇതാണ് പ്ലസീബോ ഇഫക്റ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ചില രീതിയിൽ നമുക്ക് അതിന് നല്ല വിശ്വാസം ഉണ്ടാവേണ്ട അത്യാവശ്യമാണ്. ഈ പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ അവർ ബിലീഫ്, നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള വിശ്വാസങ്ങളിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ടെക്നിക്കുകളും, ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് എല്ലാം തന്നെ നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ വിശ്വാസത്തിനെ വളരെയധികം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ ഉദ്ദേശം എന്താണ്? നല്ല ഉദ്ദേശമാണോ? എനിക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഉപകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്? അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. നമ്മുടെ ഇൻറ്റൻഷൻസ് വളരെ നല്ലതാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും വരുത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് ഉപയോഗിച്ച് ജീവിതത്തിൽ നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ കുറേയധികം ആളുകൾക്ക് ഉപകരിക്കുന്ന വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.